എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫേസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ വേണ്ടുള്ളൂ. നമ്മുടെ മുടി നന്നായിട്ട് സിൽക്കായിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സപ്ലായിട്ട് സോഫ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമുക്ക് 2-3 പാക്ക് ഉണ്ടാക്കിയിട്ട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരൊറ്റ പാക്കിൽ തന്നെ നമുക്ക് 2 കാര്യങ്ങളും നടത്താം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ ഉലുവയാണ്. വെള്ളത്തിലിട്ട് വെച്ചതാണ്, തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തതാണ്. നമ്മുടെ മുടിക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്ര എടുക്കുക. എനിക്കിപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ, കാരണം എൻ്റെ ഷോർട്ട് ഹെയർ ആണല്ലോ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ എഗ് വൈറ്റ് ആണ്. അതിന് മഞ്ഞ കളർ എടുത്തിട്ടില്ല, കാരണം ഭയങ്കര സ്മെല്ലായിരിക്കും രണ്ടും കൂടി ആകുമ്പോൾ. അപ്പോൾ ഇഷ്ടമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ഞയും കൂടി എടുക്കാം. ഞാൻ എഗ് വൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ, വെള്ളം ചേർക്കാണ്ട്. അപ്പം വെള്ളം ചേർക്കാണ്ട് ഞാൻ മിക്സ് ചെയ്തപ്പോൾ കണ്ടില്ലേ, നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് അത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കലരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നത്. ഇപ്പം നന്നായി സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ. ഞാനിപ്പോൾ ആദ്യം നമ്മുടെ ഫേസിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉലുവയായാലും എഗ് വൈറ്റ് ആയാലും നമ്മുടെ ഫേസിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓയിലി സ്കിന്നുകാരുടെ എക്സസ് ഓയിൽ വലിച്ചെടുക്കാനുള്ളൊരു എന്താ പറയുക ഒരു കഴിവുണ്ട് നമ്മുടെ ഉലുവയ്ക്ക്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് കാരണം കൊണ്ട് മുഖക്കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഉലുവ. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള ഓപ്പൺ പോഴ്സ് ടൈറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ കറുത്ത പാടുകളെയൊക്കെ നന്നായിട്ട് ഫെയ്ഡാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഉലുവ. നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഡേർട്ടും കളയാനായിട്ട് ഉലുവ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് വകഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുക. എനിക്കാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ മുടി നന്നായി കട്ട കെട്ടണ പോലെ തോന്നും. അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മാതിരി ചെയ്യുന്നത്. ആദ്യം ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം, അതായത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫുള്ള് ഓരോ കുഞ്ഞ് ലെയറായിട്ട് എൻ്റെ മുടി ഫുള്ളും, അതായത് ടിപ്പ് വരയ്ക്കും ചെയ്യുന്നത്. അപ്പോൾ ഉലുവ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ള കാരണം കൊണ്ട് താരം വരാതിരിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തലമുടിക്ക്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള മുട്ടയുടെ എഗ് വൈറ്റിൻ്റെ 70% കെരാറ്റിൻ പ്രോട്ടീനാണുള്ളത്. അത് നമ്മുടെ മുടീനെ നന്നായിട്ട് സിൽക്കായിട്ട് സ്മൂത്തായിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എഗ് വൈറ്റ് തന്നെ ഇട്ടിട്ട് മുടി വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു മുടി തൊടാണ്ട് നല്ല കണ്ടീഷനായിട്ട് നല്ലൊരു പ്രത്യേക തിളക്കത്തിൽ കിടക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഉലുവ. രണ്ടും കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ ഷാമ്പു ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഹെയർ പാക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് എപ്പോഴാണ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്യാണ്ട് ഹെയർ പാക്ക് ഇടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് ശരിക്കും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. തലമുടിക്കും തലയോട്ടിക്കും ഒരുപോലെ ഗുണമുള്ളതാണ് നമ്മുടെ എഗ് വൈറ്റും അതുപോലെ തന്നെ ഉലുവയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളും അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മൾ എല്ലാ സൈഡിലും അപ്ലൈ ചെയ്യണം. ഇപ്പം ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് ഇതുപോലെ രണ്ട് ഭാഗത്തായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. മുഖം സെമി ഡ്രൈ ആവുമ്പോൾ ഫുൾ ഡ്രൈ ആവാനായിട്ട് നിൽക്കണ്ട, കാരണം നല്ല കൊഴുപ്പാണ്. അത്യാവശ്യം സമയം എടുത്തിട്ടാണ് നമ്മൾ മുഖത്തെ വാഷ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു മസാജിങ് കൂടി കിട്ടണം. അത് കാരണം കൊണ്ടാണ് നമ്മുടെ സ്കിന്ന് ഇൻസ്റ്റൻ്റായിട്ട് സോഫ്റ്റായിട്ടും സപ്ലായിട്ടും തോന്നുന്നത്. അപ്പോൾ ഞാൻ നന്നായി ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, മുടിയൊക്കെ നന്നായിട്ട് സിൽക്കി ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നും കുറച്ച് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.